ആവർത്തിച്ച് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചീഞ്ഞൊഴിഞ്ഞ കുറെ വാർത്തകളും അതുപോലെ തന്നെ അത്തരം തിന്മകൾക്ക് നേതൃത്വം നൽകിയതിനാൽ കുറ്റക്കാരാക്കപ്പെട്ട് അതല്ല എങ്കിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മറ്റുമൊക്കെ രാജിവെക്കുവാൻ നിർബന്ധിതരായ സമൂഹത്തിന് മുമ്പിൽ വലിയ സ്റ്റാറുകളായിട്ട് അറിയപ്പെടുന്ന പല ആളുകളെ സംബന്ധിച്ചുമൊക്കെ അറിയുന്നവരാണ് നമ്മൾ. ഇത്തരമൊരു സന്ദർഭത്തിൽ സദാചാരബദ്ധമായ ജീവിതം നയിക്കുക എന്നത് അല്പം പ്രയാസകരമായ കാര്യം തന്നെയാണ്. ലൈംഗിക അരാജകത്വവും അതിർവരമ്പുകളില്ലാത്ത ആൺപെൺ ബന്ധങ്ങളും വ്യാപകമായ ഈ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെയും ലിബറലിസത്തിന്റെയും എല്ലാം മറവിൽ ഉദാര ലൈംഗികത ഒരു പുരോഗമനാശയമായി വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് വഴങ്ങാത്ത ആളുകൾ അവരത്ര മഹിതമായ ആശയങ്ങളാണ് പ്രബോധനം ചെയ്യുന്നത് എങ്കിലും അതെല്ലാം പഴഞ്ചനാണ് എന്നും അപരിഷ്കൃതമാണ് എന്നും അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധമാണ് എന്നും 21ാം നൂറ്റാണ്ടിന് യോജിച്ചതല്ല അവരുടെ കൈവശമുള്ള ജീവിത രീതി എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങളും മതവിശ്വാസികൾ വിശിഷ്യ മുസ്ലിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞു ജെൻഡർ ന്യൂട്രാലിറ്റി, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ഫ്ലൂയിഡിറ്റി തുടങ്ങിയ പുതുപുത്തൻ പേരുകൾ വിളിച്ചു. മൈ ബോഡി, മൈ ലിബേർട്ടി എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയുമെല്ലാം നാട് ഭരിക്കുന്ന ആളുകൾ തന്നെ കുത്തഴിഞ്ഞ ജീവിത രീതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളത്തിന്റെ തെരുവുകളെ വിപ്ലവാത്മകമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് സജീവമാക്കിയിരുന്ന ചില ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ നടക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഇന്നിപ്പോൾ പ്രത്യേകമായി തൊഴിലൊന്നുമില്ലാതെ കോളേജ് ക്യാമ്പസുകളിലും മറ്റുമൊക്കെ ഉദാര ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെ മോശമായ അശ്ലീലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന അങ്ങനെ കൌമാരപ്രായക്കാരുടെ മൃദുലമായ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നൂൽബന്ധം പോലുമില്ലാതെ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാലിക്കേച്ചറുകൾ വരച്ചുകൊണ്ട് തുറിച്ചു നോക്കേണ്ടതില്ല, നീയും ഞാനും ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചു നോക്കൂ എന്നൊക്കെ എഴുതി വെക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ തരം താഴ്ന്നു പോയ ഒരു കാലഘട്ടമാണിത്. അശ്ലീലങ്ങളിലേക്കും ആഭാസ തരങ്ങളിലേക്കുമുള്ള എല്ലാ വാതിലുകളും തുറക്കപ്പെടുകയും നിയന്ത്രണമില്ലാത്ത ജീവിതത്തിലേക്കുള്ള സകല അവസരങ്ങളും ഒരുക്കപ്പെടുകയും ചെയ്ത ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റത്തെ ജാഗ്രതയും അതുപോലെ തന്നെ ആത്മസംയമനവുമെല്ലാം പാലിച്ചില്ല എങ്കിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്നവർ പോലും അതിലേക്ക് വഴുതിവീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക സദാചാര അധ്യാപനങ്ങൾ പ്രസക്തമാകുന്നത്. ഏത് വിഷയത്തിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീവ്രതക്കും ജീർണതക്കും മധ്യയുള്ള മധ്യമമായ സന്തുലിതമായ ജീവിത വീക്ഷണമാണോ അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അഴകും ഭംഗിയുമെല്ലാം വർദ്ധിപ്പിക്കുന്ന സന്തുലിതമായ ആ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലുമെല്ലാം ധാരാളം പരാമർശങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. കുറെ വിലക്കുകളുടെ ഒരു സംഘാതമല്ല ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്, മറിച്ച് അനുവദനീയതകളുടെ വലിയൊരു ലോകം തന്നെ ഇസ്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ പ്രിയപത്നി ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഒരുപാട് അനുവദനീയതകളുടെയും അതുപോലെ തന്നെ സുഖാസ്വാദനങ്ങളുടെയും കുറെ കാര്യങ്ങൾ അവരോട് പറഞ്ഞതിന് ശേഷം മാത്രമാണോ ഒരേ ഒരു വിലക്കിന്റെ കാര്യം ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ ഫതകൂന മിനൽ ളാലിമീൻ.
സൂറത്തുൽ ബഖറയിലെ 35-ാമത്തെ ആയത്തിൽ ആ വിഷയം അങ്ങനെയാണ് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നാം പറഞ്ഞു, യാ ആദം, അല്ലയോ ആദം, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ വസിച്ചുകൊള്ളുക. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, ആ സ്വർഗത്തിൽ നിന്നോ നിങ്ങളിരുവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെയും ആഗ്രഹിക്കുന്നതൊക്കെയും ആഗ്രഹിച്ചുകൊള്ളുക. വലാ തഖറബാ ഹാദിഹി ശജറ, എന്നാൽ ആ കാണുന്ന മരത്തിന് നേരെ നിങ്ങൾ അടുത്തു പോകരുത്. അതിൽ നിന്ന് പഴങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടില്ലാത്തതാണ്. ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമങ്ങളിൽ പെട്ടുപോകും. അഥവാ സ്വാതന്ത്ര്യത്തിന്റേതായ വലിയ ഒരു ലോകം അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുകയും എന്നിട്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധി എവിടെയാണ് എന്ന് സൂചിപ്പിക്കുകയുമാണ് ഈ ഒരു നിർദ്ദേശത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശാലമായ സ്വാതന്ത്ര്യം നൽകിയതോടൊപ്പം അല്ലാഹു ചില പരിധികളും നമ്മുടെ ജീവിതത്തിന് ചില നിയന്ത്രണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ്, ആ നിയന്ത്രണങ്ങളാണ് നമ്മുടെ ജീവിതം സമാധാനപൂർണവും അതുപോലെ തന്നെ സൗന്ദര്യമുള്ളതുമാക്കി മാറ്റുന്നത്. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതും ഒരു സമൂഹം നിലവിൽ വരുന്നതും അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലെ ആത്മീയമോ ഭൗതികമോ ആയ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ജീവിതം സുന്ദരമാകുന്നത് അല്ലെങ്കിൽ മനുഷ്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോഴാണോ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു പട്ടം ഉയരത്തിൽ പറക്കുന്നത് അതിലൊരു നൂല് ബന്ധിച്ചുകൊണ്ട് അതിനൊരു പിടുത്തമുണ്ടാകുമ്പോഴാണ്. ആ നൂല് പൊട്ടിയാൽ പട്ടം അങ്ങനെ അന്തമില്ലാതെ അറ്റമില്ലാതെ എങ്ങോട്ടോ നിയന്ത്രണമില്ലാതെ പറന്നു പോവുകയും അവസാനം ഏതോ അഗാധ ഗർത്തത്തിൽ പോയി പതിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. വാഹനം ഓടിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. റോഡിൽ ട്രാഫിക് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് തമ്മിൽ മുട്ടാതെ കൂട്ടിമുട്ടാതെ അപകടങ്ങൾ സംഭവിക്കാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നത്. ചില ആളുകൾ ആ നിയമങ്ങൾ പാലിക്കുകയില്ല എന്ന് ബോധപൂർവം തീരുമാനിച്ചാൽ അപ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇതുപോലെ ഒരു കളിയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുക. നമ്മൾ ഒരു ഫുട്ബോൾ കളിക്കിറങ്ങുകയാണ് എങ്കിൽ അതിന്റെ കൊണ്ട് ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് ചട്ടങ്ങൾ, അതിന്റെ ഗ്രൗണ്ടിന് പ്രത്യേകമായ അളവുകളുണ്ട്. ഓരോ കളിക്കാരനും നിൽക്കേണ്ടുന്ന സ്ഥാനങ്ങളുണ്ട്. എങ്ങനെയൊക്കെ പന്ത് തട്ടാം എന്നതിന് നിയമങ്ങളുണ്ട്. റഫറിയുടെ നിയമങ്ങൾ പാലിക്കാതെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട അതിർത്തികളൊന്നും പാലിക്കാതെയാണ് ഒരു മനുഷ്യൻ കളിക്കുന്നത് എങ്കിൽ ആ കളിക്കൊരു ചന്തവും ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥയും. സദാചാര ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ദീനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം താറുമാറായി പോകാതിരിക്കുവാൻ, വരും തലമുറക്കും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ, മാതാപിതാക്കൾ ആരാണെന്നറിയുന്ന ലൈംഗിക വിശുദ്ധിയുള്ള ഒരു സമൂഹമായിട്ടോ സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണോ അങ്ങനെയുള്ള സദാചാര ധാർമ്മിക നിയമങ്ങളെന്നോ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതെല്ലാം തന്റെ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നൊരാൾ മനസ്സിലാക്കുകയും എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അവിടെ അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണോ അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പതിക്കുകയാണോ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യരെന്നുള്ളതോ നമുക്കൊക്കെ ലൈംഗികമായ ആഗ്രഹങ്ങളുണ്ട്. അത് നൈസർഗികമായ വാസനയാണ്. അങ്ങനെയുള്ള നൈസർഗികമായ വാസനകളെ ഇല്ലായ്മ ചെയ്യുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ അല്ല പ്രകൃതിപരമായ ദീനുൽ ഇസ്ലാം തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള നിയമങ്ങളല്ല ദീനുൽ ഇസ്ലാമിലുള്ളത്. മനുഷ്യന്റെ നൈസർഗികമായ താല്പര്യങ്ങൾക്കും ദീനുൽ ഇസ്ലാമിൽ ഇടമുണ്ട്. അതുകൊണ്ട് തന്നെ ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വിഹിതമായ ചില മാർഗങ്ങൾ ദീനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചു. അതിന്റെ അടിസ്ഥാനമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങളോ അവിശുദ്ധമാണ് എന്നോ അത് ഒരിക്കലും പാടില്ലാത്തവയാണെന്ന്, ഗുരുതരമായ തെറ്റാണ് എന്നോ അത് മനുഷ്യവർഗത്തിന്റെ അല്ലെങ്കിൽ തലമുറകളുടെ നിലനിൽപ്പിൽ തന്നെ അപകടകരമായി ബാധിക്കുന്നതാണ് എന്നോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വിഹിതമായ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചതിന് ശേഷം മാത്രമാണ് അവിഹിതമായ മാർഗങ്ങളെ സംബന്ധിച്ച് അതിനോട് നിങ്ങൾ അടുത്തു പോകരുത് എന്നോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, വിഹിതമായ വിവാഹത്തിലൂടെയുള്ള ശാരീരിക ബന്ധങ്ങളും അതുപോലെ തന്നെ അടുത്ത ജനറേഷനെ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുമെല്ലാം ഉണ്ടാക്കി വെച്ചുകൊണ്ടോ അങ്ങനെയുള്ള മാർഗങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യവത്തായ കർമ്മമാണോ എന്നുകൂടി ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. പ്രകൃതി മതമായ ഒരു ജീവിത വ്യവസ്ഥക്കല്ലാതെ, ദൈവികമായ ഒരു ജീവിത വ്യവസ്ഥക്കല്ലാതെ അങ്ങനെ പഠിപ്പിക്കുവാൻ സാധ്യമല്ല.
വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങളിലൊരാൾ തന്റെ ഇണയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നതിൽ പോലും നിങ്ങൾക്ക് പുണ്യമുണ്ട്, സ്വതക്കയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളിൽ ഒരാൾ അയാളുടെ ലൈംഗിക വികാരം ശമിപ്പിക്കുവാൻ വേണ്ടി തന്റെ ഇണയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് പോലും ഞങ്ങൾക്ക് പുണ്യമുണ്ട് എന്നാണോ? അതേ എന്നായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി. നിങ്ങളുടെ ലൈംഗിക വികാരം നിങ്ങളെ ശമിപ്പിക്കുന്നതോ നിങ്ങൾക്ക് വിലക്കപ്പെട്ട അവിഹിതമായ മാർഗത്തിലാണ് എങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ലേ? അത് പാപമായിട്ട് മാറുകയില്ലേ? അതേ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോ, എങ്കിൽ പാപരഹിതമായ വഴിയിലൂടെ നിങ്ങളുടെ ലൈംഗിക വികാരം നിങ്ങൾ ശമിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് പുണ്യവുമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ അടുക്കലോ വിജയികളായിട്ട് മാറുന്ന വിശ്വാസികളുടെ കാര്യം എടുത്തു പറഞ്ഞപ്പോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ ഒരുപാട് ആയത്തുകൾ, 7ഓളം ആയത്തുകൾ, അതിൽ അവസാനമായിട്ട് പറയുന്നുണ്ടല്ലോ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ചാരിത്രം സംരക്ഷിക്കുന്നവരാണ്, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരുടെ ഇണകളിലൊഴികെ. അതുപോലെ തന്നെ അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്ന ഘട്ടത്തിൽ അവർക്ക് വിഹിതമായ രൂപത്തിലുള്ള അവർക്ക് കീഴിലുള്ള അടിമകളിലൊഴികെ എന്ന് പ്രത്യേകമായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരുടെ വികാരം ശമിപ്പിക്കുന്നതിനോ അവരൊരിക്കലും ആക്ഷേപാർഹരല്ല എന്നും ഖുർആൻ അവിടെ പറയുന്നുണ്ട്. ഇതിലപ്പുറമുള്ള വല്ല മാർഗങ്ങളും ആരെങ്കിലും അതിന് വേണ്ടി തേടുന്നുവെങ്കിൽ അവര് തന്നെയാണ് പരിധി വിടുന്നവർ എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യരുടെ നൈസർഗികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ദീനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിലോ വിഹിതമായ രൂപത്തിൽ തന്നെ നമുക്ക് അനുവദിച്ചു തരികയും അതിലപ്പുറമുള്ള മാർഗങ്ങൾ തേടരുത് എന്ന് നിർദ്ദേശിക്കുകയുമാണോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും പാപങ്ങളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. തിന്മ ചെയ്യുവാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ അതിനെ അതിജയിക്കുക എന്നത് എത്ര വലിയ മുത്തഖിയായ മനുഷ്യനാണെങ്കിലും അല്പം പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തോ ഒരു പ്രധാന തത്വം തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. സദ്ദു ദരീഅ അല്ലെങ്കിൽ സദ്ദു ദറാഇഅ എന്നാണ് അതിന്റെ പേര് പറയാറുള്ളത്. അഥവാ തെറ്റിലേക്ക് എത്തുന്ന വഴികൾ അടക്കപ്പെടുക എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉസൂലുൽ ഫിഖ്ഹിന്റെ ഭാഷയിലോ കുല്ലുമാ യൂസലു ഇലൽ ഹറാമി ഫഹുവ ഹറാമുൻ എന്നും പറയാറുണ്ട്. കുല്ലുമാ യൂസലു ഇലൽ ഹറാം, ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തൊക്കെയുണ്ടോ ഫഹുവ ഹറാം, അതും ഹറാമാണ് എന്നാണ് ആ പറഞ്ഞ അടിസ്ഥാനത്തിന്റെ ആശയം. അഥവാ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ പാപങ്ങളിലേക്കുള്ള വഴി തുറക്കപ്പെടുമെങ്കിൽ ആ കാര്യം ചെയ്യുന്നതും നിഷിദ്ധമായി മാറുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്യാതിരിക്കുവാൻ സൂക്ഷ്മത പുലർത്തുന്നത് പോലെ തന്നെ തെറ്റിലേക്ക് എത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നിടത്തും നമ്മളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതോ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ നിലക്കാണ് ദീനുൽ ഇസ്ലാം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപെടരുത് എന്ന്, അനാവശ്യമായിട്ട് ഇടപഴകരുത് എന്ന് അതിന് കൃത്യമായ വ്യക്തമായ അതിരടയാളങ്ങൾ ഇസ്ലാം നിശ്ചയിക്കുവാനുള്ള കാരണം. അതുപോലെ തന്നെ കണ്ണും കാതും കൈയും കാലും നാവും മനസ്സുമെല്ലാം വ്യഭിചരിക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്തുകൊണ്ടോ അത് ഒഴിവാക്കുവാനുള്ള അധ്യാപനങ്ങളോ വളരെ വിശദമായ രൂപത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുവാനുള്ള കാരണവും അതാണ്. ഇസ്ലാം സദാചാര വിപ്ലവം ആരംഭിക്കുന്നത് നമ്മെപ്പോലെയുള്ള വ്യക്തികളിൽ നിന്നാണ്, അല്ലെങ്കിൽ വ്യക്തിതലത്തിൽ നിന്നാണ്. അത് കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക്, രാഷ്ട്രത്തിലേക്ക്, ലോകത്തിലേക്ക് വ്യാപരിക്കേണ്ടതാണ്. അഥവാ ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്, ലൈംഗിക വിശുദ്ധി അത് ഉണ്ടാക്കിയെടുക്കുവാൻ എവിടെയൊക്കെ എന്തൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതുണ്ടോ അതൊക്കെ കൃത്യമായി ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യഭിചാരം ദീനുൽ ഇസ്ലാം നിഷിദ്ധമാക്കിയപ്പോ ലൈംഗിക അവയവം കൊണ്ടുള്ള വ്യഭിചാരം മാത്രമല്ല, അതിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുള്ള സകല കവാടങ്ങളും നേരത്തെ പറഞ്ഞ ശരീഅത്ത് വിധിയുടെ അടിസ്ഥാനത്തിൽ സദ്ദു ദരീഅ എന്ന് പറയുന്ന ആ ശരീഅത്ത് വിധിയുടെ അടിസ്ഥാനത്തിലോ ദീനുൽ ഇസ്ലാം വിലക്കിയതായിട്ട് കാണുവാൻ സാധിക്കും. അഥവാ ഫാഹിഷത്ത്, മ്ലേച്ഛമായ അശ്ലീലമായ സകല കാര്യങ്ങളും അത് പരോക്ഷമാകട്ടെ പ്രത്യക്ഷമാകട്ടെ അതെല്ലാം ദീനുൽ ഇസ്ലാം വിലക്കിയത് അത് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്.
വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്, വൽ ഇത്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. പറയുക, എന്റെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു അൽ ഫവാഹിഷ്, മ്ലേച്ഛമായ കാര്യങ്ങളാണ്, അശ്ലീലമായ കാര്യങ്ങളാണ്. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, എല്ലാ നിലക്കുള്ള മ്ലേച്ഛമായ കാര്യങ്ങളുമാണോ എന്റെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൽ ഇസ്മു, കുറ്റകൃത്യങ്ങളാണോ, വൽ ബഗ്യ, അതിക്രമമാണ്, ബിഗൈരിൽ ഹഖ്, അന്യായമായ രൂപത്തിലോ മറ്റുള്ളവരുടെ മേൽ അതിക്രമം കാണിക്കുന്ന, അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. മറ്റൊരു കാര്യം അല്ലാഹു വിലക്കിയിട്ടുള്ളത് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി ശൈഅ, അല്ലാഹു ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല എന്നോ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ അല്ലാഹുവിൽ പങ്കാളികളാക്കുക, ശിർക്ക് ചെയ്യുക എന്നതുമാണ്. അതുപോലെ തന്നെ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലാഹുവിൽ ആരോപിക്കുക എന്നതുമാണോ അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്. അപ്പൊ വ്യഭിചാരം മാത്രമല്ല, മ്ലേച്ഛമായ സകല കാര്യങ്ങളും ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ളൂ. ഇതേ ആശയമാണ് വിശുദ്ധ ഖുർആൻ വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല എന്ന ആയത്തിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്. വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്തു പോകരുത് എന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇന്നഹു കാന ഫാഹിഷതൻ, അത് അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യമാണോ, വസാഅ സബീല, വളരെ മോശമായ വഴിയുമാണ്. വ്യഭിചാരത്തിന്റെ വഴിയിലെ, അതിലേക്ക് നിങ്ങൾ നയിക്കാനുള്ള വഴിയിലെ നിങ്ങൾ പ്രവേശിക്കരുത് എന്നാണ് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ടോ, ലൈംഗികാവയവത്തിന് മാത്രമല്ല നമ്മുടെ കണ്ണിനും കൈകാലുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും നാവിനുമെല്ലാം വ്യഭിചാരത്തിന്റെ വിഹിതം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നോ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലോ പറയുകയാണ്, കുല്ലു ഇബ്നി ആദമ ഹള്ളും മിനസ് സിന, ഓരോ മനുഷ്യനും, ആദമിന്റെ ഓരോ പുത്രനും വ്യഭിചാരത്തിന്റെ ഒരു വിഹിതം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഐനാനി തസ്നിയാൻ, അവന്റെ രണ്ട് കണ്ണുകൾ അത് രണ്ടും വ്യഭിചരിക്കുന്നുണ്ടോ, അവയുടെ വസിനാഹുമ അന്നദർ, കണ്ണുകളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണ്. തുടർന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്, വലിയദാനി തസ്നിയാൻ വസിനാഹുമ അൽ ബത്ഷ്, രണ്ട് കൈകൾക്കും വ്യഭിചാരമുണ്ടോ, കൈകളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അവന്റെ ഹറാമാക്കപ്പെട്ട മേഖലകളിൽ ആ കൈ വ്യാപരിക്കലാണ്, കൈകൾ കൊണ്ട് പിടിക്കലാണ്. ഉദാഹരണമായിട്ട് ഒരു അന്യ സ്ത്രീയെ, ഒരു അന്യ പുരുഷനെ സ്പർശിക്കലാണ്. അതുപോലെ തന്നെ കാലുകൾ, ആ കാലുകൾക്കും വ്യഭിചാരമുണ്ടോ, കാലുകളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങളിലേക്ക് നടന്നു പോവുക എന്നതാണ്. അവന്റെ വായക്കും വ്യഭിചാരമുണ്ടോ, അത് ചുംബിക്കലാണ്. അതുപോലെ തന്നെ അവന്റെ ഹൃദയത്തിന്റെ വ്യഭിചാരമുണ്ടോ, അത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ കൊതിക്കലും ആഗ്രഹിക്കലുമാണ്. അങ്ങനെയൊക്കെ അവൻ ചെയ്യുമ്പോ, അവന്റെ ഈ അവയവങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടുമ്പോ അവന്റെ ലൈംഗികാവയവം ഒന്നുകിൽ അതിനെ സത്യപ്പെടുത്തും, അല്ലെങ്കിൽ അതിനെ കളവാക്കും. അഥവാ വ്യഭിചാരത്തിന്റെ അവസാന ഘട്ടത്തിലേക്കും അവൻ എത്തിപ്പെട്ടേക്കാം എന്നാണ് വിശുദ്ധ അല്ലാഹുവിന്റെ റസൂൽ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അഥവാ ഞാൻ കേൾപ്പിച്ച ഈ രണ്ടായത്തുകളിലൂടെയും അതുപോലെ തന്നെ ഈ ഒരു ഹദീസിലൂടെയും വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അന്യ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചുള്ള വിനോദയാത്രകൾ, അതുപോലെ തന്നെ നിയന്ത്രണങ്ങളില്ലാത്ത കൂടിക്കലരലുകൾ, പരിധിവിട്ട സ്ത്രീ പുരുഷന്മാർ പരിധിവിട്ട് അടുക്കുന്ന കലാപ്രകടനങ്ങൾ, അതുപോലെ തന്നെ ലൈംഗിക മോഹം ഉൽപാദിപ്പിക്കുന്ന രൂപത്തിലുള്ള രചനകൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ, അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള ചാറ്റിംഗ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വളരെ സജീവമായ നമ്മുടെയൊക്കെ കൈവശമുള്ള, ഓരോരുത്തരുടെ കൈവശമുള്ള മൊബൈലിലും ഇന്റർനെറ്റ് സംവിധാനവും അതുപോലെ തന്നെ ഒരുപാട് ചാറ്റിംഗ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ ആരോരും അറിയാത്ത വേളയിലോ നമ്മുടെ കിടക്കപ്പായിലായിരിക്കുന്ന വേളയിലോ ആരും നമ്മെ കാണുന്നില്ല എങ്കിലും നമ്മൾ ലോകത്തുള്ള പലരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേളകളിലോ നമ്മുടെ കണ്ണുകളോ നമ്മുടെ കാതുകളോ നമ്മുടെ കൈവിരലുകളൊന്നും വ്യഭിചരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന വിഷയത്തിലോ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ കാര്യമായൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണിത്. അത്തരം വിഷയങ്ങളിലും അതീവ ജാഗ്രത നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞ പ്രവാചക അധ്യാപനവും വിശുദ്ധ ഖുർആൻ സൂക്തങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല പ്രവാചകന്റെ മറ്റൊരു വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം, കാഴ്ച അല്ലെങ്കിൽ നോട്ടം എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വിഷലിപ്തമായ അസ്ത്രങ്ങളിൽപ്പെട്ട ഒരു അസ്ത്രമാണ്. ഇബ്ലീസിന്റെ വിഷം പുരട്ടിയ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ്
കാഴ്ച എന്ന് പറയുന്നത്. മൻ തറഹാ മിൻ മഹാഫതി അബ്ദൽതുഹു ഈമാനൻ യജിദു ഹലാവതഹു ഫീ ഖൽബി. ആരെങ്കിലും എന്നെ ഭയപ്പെട്ടുകൊണ്ടോ ആ നോട്ടത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് അവൻ നോക്കാതിരിക്കുന്നുവെങ്കിൽ, അവന് അതിന് പകരമായിട്ട് ഈമാനിനെ അവന്റെ മനസ്സിൽ നാം കുടിയിരുത്തുകയും അതിന്റെ മാധുര്യം അനുഭവിക്കുവാൻ അവന് സാധിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക്, ഈമാനികമായിട്ട് ആ ഒരു ഉന്നതിയിലേക്ക് ഉയർന്നു നിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കുകയില്ല എന്നോ, അനാവശ്യമായ കാര്യങ്ങളൊന്നും എന്റെ കാതുകൾ കൊണ്ട് ഞാൻ കേൾക്കുകയില്ല എന്നോ, അനാവശ്യമായ ഒന്നും എന്റെ കൈകൾ കൊണ്ട് ഞാൻ തൊടുകയില്ല എന്നോ, അത്തരം കാര്യങ്ങളിലേക്ക് എന്റെ കാലുകൾ കൊണ്ടോ ഞാൻ നടന്നു പോവുകയില്ല എന്നോ, അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ എന്റെ മനസ്സുകൊണ്ടോ ഞാൻ കൊതിക്കുകയില്ല എന്ന് ചിന്തിക്കുവാൻ, അത്തരം കാര്യങ്ങൾ എന്റെ വായു കൊണ്ടോ ഞാൻ സംസാരിക്കുകയില്ല എന്ന് തീരുമാനിക്കുവാൻ എപ്പോൾ നമുക്ക് കഴിയുന്നുവോ അപ്പോഴാണ് പ്രിയമുള്ളവരെ ഈ പറഞ്ഞ രൂപത്തിലോ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുക. ഈ രൂപത്തിലോ തെറ്റുകളിലേക്ക് നീങ്ങുവാനുള്ള സകല സാഹചര്യങ്ങളും സകല കവാടങ്ങളും കൊട്ടിയടക്കുക എന്ന നിലക്കാണ് അനാവശ്യമായിട്ട് വിശ്വാസികളെ നിങ്ങൾ വഴിവക്കൽ ഇരിക്കരുത് എന്നോ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോ അവർ ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞത്. ഒരു സ്ത്രീയും ഒരു പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും ഒരിടത്തോ ഒറ്റക്കാകരുത് എന്നോ തനിച്ചാകരുത് എന്ന് നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സ്ത്രീകളോ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് എന്ന് പഠിപ്പിച്ചത്. പക്വതയെത്തിയാൽ ചെറുപ്പക്കാരായ ആളുകളെ, പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതോ, സർവോപരി നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടതോ എല്ലാം ഈ പറഞ്ഞ രൂപത്തിലുള്ള ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനാണ്. അതുകൊണ്ട് ബോധപൂർവമായ ചില ശ്രമങ്ങളോ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആ ഒരവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കുവാൻ, തെറ്റുകളിൽ നിന്ന് അകലുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. കണ്ണുകൾ നിയന്ത്രിക്കുന്നിടത്തോ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ വളരെ ഗൌരവത്തോടുകൂടി 2 സൂക്തങ്ങളിലൂടെ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ നമ്മെ പഠിപ്പിച്ചല്ലോ. കുല്ലിൽ മുഅ്മിനീന യഅ്ലൂ മിൻ അബ്സാരിഹിം. പ്രവാചകരെ വിശ്വാസികളോട് പറഞ്ഞേക്കുക, യഅ്ലൂ മിൻ അബ്സാരിഹിം, അവരവരുടെ കണ്ണുകളെ നിയന്ത്രിക്കട്ടെ. യഅ്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവത്തെ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് സംസ്കൃതമായിട്ടുള്ളതോ, അവർക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഏറ്റവും അനുഗുണമായിട്ടുള്ളതോ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ, തീർച്ചയായിട്ടും അവരോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് പടച്ചതമ്പുരാൻ. തുടർന്ന് ഖുർആൻ വീണ്ടും പറയുകയാണ്, വകുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളോടും മുസ്ലിം സ്ത്രീകളോടും പ്രവാചകരെ താങ്കൾ പറയുക, യഅ്ലുന മിൻ അബ്സാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തിക്കൊള്ളട്ടെ. വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, അവരുടെ സൗന്ദര്യത്തിൽ നിന്നോ സ്വാഭാവികമായി വെളിപ്പെടുന്നതല്ലാതെ ബോധപൂർവം ഒന്നും അവർ വെളിപ്പെടുത്താതിരിക്കട്ടെ. എന്നിട്ട് ഖുർആൻ പറയുന്ന വലിയദ്രിബിന ബിഹുമരിഹിന്ന അലാ ജുയൂബിഹിന്നോ, അവരുടെ മുഖമക്കലുകളോ അവരുടെ മാറിടത്തിന്മേൽ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. എന്നിട്ട് ഇങ്ങനെയുള്ള ചില സൗന്ദര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാവുന്ന ഹിജാബ് ധരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്തതോ ആരുടെയൊക്കെ മുമ്പിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഖുർആൻ പറയുന്നു, വലാ യദ്രിബിന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്നോ, അവരുടെ കാലിലുള്ള പാദസരങ്ങളും മറ്റും കുലുക്കിക്കൊണ്ടവർ നടക്കാതിരിക്കട്ടെ. അവർ ഗോപ്യമാക്കി വെച്ച രഹസ്യങ്ങൾ, സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ വേണ്ടി അതവര് ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിലോ അതവര് പ്രകടിപ്പിക്കാതിരിക്കട്ടെ. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ, സത്യവിശ്വാസികളെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുക, നിങ്ങൾ വിജയികളായേക്കും. ഇങ്ങനെ കൃത്യവും കണിശവുമായ രൂപത്തിലോ സദാചാര ധാർമ്മിക വിഷയത്തിലോ ഒഴുക്കുത്തുകൾ ഉണ്ടാകരുതോ, പോരായ്മകൾ സംഭവിക്കരുതോ എന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളോ ധാരാളമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ. സ്ത്രീ പുരുഷന്മാർ കാമക്കണ്ണുകളോട് കൂടി പരസ്പരം നോക്കരുത് എന്നോ, അതുപോലെ തന്നെ സ്ത്രീ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങരുത് എന്നോ, അന്യ സ്ത്രീ പുരുഷന്മാരോ ഒറ്റയ്ക്കിരിക്കരുത് എന്നോ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയതോ സദാചാര ഭദ്രത നിലനിർത്തുവാൻ വേണ്ടിയാണ്. സദാചാര ഭദ്രതയ്ക്ക് ഇത്രയും പ്രാധാന്യം
ദീനുൽ ഇസ്ലാം നൽകുമ്പോ പലപ്പോഴും അത് വെച്ചുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിനെ പലരും ആക്ഷേപിക്കാറുള്ളത്. അത് ഇസ്ലാമി, അത് സ്ത്രീകളെ ചാക്കിനുള്ളിൽ പൊതിഞ്ഞു കെട്ടുന്ന മതമാണ് എന്നോ, സ്ത്രീ സ്വാതന്ത്ര്യമില്ലാത്ത പുരുഷാധിപത്യത്തിന്റെ മതമാണ് എന്നോ, സ്ത്രീയോട് പർദ്ദ ധരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നോ, അഥവാ പുരുഷന് സ്വാതന്ത്ര്യമുണ്ടോ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ അവസ്ഥ, അത് പ്രാകൃതമായ 6-ാം നൂറ്റാണ്ടിലേക്ക് മാത്രം യോജിച്ച മതമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുടെ അവരുടെ മുഖത്തടിക്കുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള സർക്കാർ പുറത്തുവിട്ടത്. ഏതാനും വർഷങ്ങൾ പൂഴ്ത്തിവെച്ചതിന് ശേഷം ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് എങ്കിലും അത് പുറത്തു വന്നപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിലോ, ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10-12 ദിവസങ്ങളായി പത്രമാധ്യമങ്ങളുടെ നല്ലൊരു ഭാഗവും അപഹരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണോ, സിനിമയുമായി ബന്ധപ്പെട്ട പല സംഘടനകളുടെയും നേതൃസ്ഥാനത്തിരിക്കുന്ന പല ആളുകളുടെയും തല ഇതിനകം ഉരുണ്ടു കഴിഞ്ഞു എന്ന് നമുക്കറിയാവുന്നതാണ്. ഇനിയും അങ്ങനെ പല പകൽ മാന്യന്മാരും അവരുടെയൊക്കെ നഗ്നത പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണോ, ഇത്തരം ഒരു സന്ദർഭത്തിലോ നമ്മുടെ മനസ്സിലാക്കേണ്ടതോ ദീനുൽ ഇസ്ലാം നേരത്തെ ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായ നിയമനിർദ്ദേശങ്ങളോ സദാചാര ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നിടത്തോ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ ജീവിതം കുടുസാക്കുവാനല്ല, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള വളരെ വൃത്തികെട്ട മോശമായ ഒരവസ്ഥയിലേക്ക് സമൂഹം മതപ്പതിക്കാതിരിക്കുവാനാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുള്ളൂ. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സിനിമാ നടി പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം, ഈ കാലഘട്ടത്തിലോ സിനിമാ നടിമാരുടെ വസ്ത്രം എന്ന് പറയുന്നതോ അവരുടെ ശരീരം മറക്കുക എന്നതിനേക്കാളോ അത് പരമാവധി വെളിപ്പെടുത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മോശമാണ് എന്ന് അവർ തന്നെ തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമാ സെറ്റുകളിലോ അവർക്കെതിരെ നിരന്തരമായ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള വിമർശനങ്ങളോ ആ മേഖലയിൽ ഉള്ളവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു സിനിമാ നടി പറഞ്ഞത്, സിനിമാ സെറ്റുകളിലോ നായകന്റെ അതല്ല എങ്കിൽ നടന്റെ റൂമിലേക്ക് പോകുമ്പോ, ഒരു നടി പോകുമ്പോ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടാകുന്നത് അവരുടെ സുരക്ഷയ്ക്ക് നല്ലതാണ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ലിബറൽ ലോകത്ത് നിന്നോ പുരോഗമനക്കാരെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ലോകത്ത് നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയല്ലേ ഇത്തരം ആളുകളോ പഴഞ്ചനെന്നോ അതുപോലെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ മതം എന്നൊക്കെ പരിചയപ്പെടുത്താറുള്ള ദീനുൽ ഇസ്ലാം അന്ന് തന്നെ പറഞ്ഞു വെച്ചത്, അലാ ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്താൻ. അറിയുക, നിങ്ങൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരിടത്ത് ഒറ്റക്കാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒറ്റക്കായാൽ മൂന്നാമനായിട്ട് അവിടെ ഇബ്ലീസ് ഉണ്ടാകുമെന്നോ, മൂന്നാമനായിട്ട് അവിടെ ശൈത്താൻ ഉണ്ടാകുമെന്നോ. അത് തന്നെയല്ലയോ ലിബറൽ ലോകത്ത് നിന്നും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അത് പറയുമ്പോൾ പഴഞ്ചനാണ് എന്നും അതേസമയം ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് മടങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുന്നവർ ലിബറലിസ്റ്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എങ്കിലോ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാണം കെട്ട വാർത്തകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇങ്ങനെയുള്ള ജീവിതത്തെ കുത്തഴിഞ്ഞ രൂപത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന, ജെൻഡർ ന്യൂട്രാലിറ്റിയെയും മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന, സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നതിലല്ല ശരീരം പുറത്തു കാണിക്കുന്നതിലാണ് മാന്യത, അതാണ് പരിഷ്കാരം എന്നൊക്കെ പഠിപ്പിച്ച ഈ സമൂഹത്തിനാണ് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും. ഇസ്ലാം പഠിപ്പിച്ച സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയും അതുപോലെ സ്ത്രീയെ ആദരിക്കണമെന്ന കൽപ്പനയും അതാണ് ഈ ആധുനിക കാലഘട്ടത്തിനും വേണ്ടത് എന്നതാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ഇയ്യാകും മുദ്ദഖൂല അലൻ നിസാ. സ്ത്രീകളുടെ അടുത്ത് പ്രവേശിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. സ്ത്രീകളുടെ അടുത്ത് അനാവശ്യമായി പ്രവേശിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. അൻസാർ, അത് പറഞ്ഞപ്പോൾ അൻസാറികൾപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫറഅയ്തുമുൽ ഹമു, അല്ലാഹുവിന്റെ റസൂലെ ഹമുവിനെ സംബന്ധിച്ച് അങ്ങ് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭർത്താക്കന്മാരുടെ സഹോദരന്മാർ, ഭാര്യമാരുടെ സഹോദരിമാർ, അങ്ങനെയുള്ളവർ അഥവാ ബന്ധുക്കളായ ആളുകൾ പലപ്പോഴും ഒരേ വീട്ടിലായിരിക്കും. അത്തരം സന്ദർഭത്തിൽ അവരുടെ അടുക്കലൊക്കെ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങെന്ത് പറയുന്നു റസൂലെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അൽ ഹമു അൽ മൗത്ത് എന്നാണ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ സഹോദരന്മാർ, ഭാര്യമാരുടെ സഹോദരിമാർ അവരൊക്കെ മരണതുല്യമാണോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അഥവാ ഒരു പരിധിക്കപ്പുറം അവരുമായി അടുത്തിടപഴകുന്ന ഒരവസ്ഥയുണ്ടായാൽ കുടുംബ ബന്ധങ്ങൾ
തന്നെ കലങ്ങുവാൻ അത് നിമിത്തമായി തീരും എന്ന് മനസ്സിലാക്കി ആവശ്യമുള്ളിടത്ത് ആവശ്യമായ അകലം പാലിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നേരത്തെ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖത്തിലോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അഥവാ അതിൽ പറയുന്നത് ഈ ലോകത്ത് കാണുന്നതൊക്കെയും അപ്പടി വിശ്വസിച്ച് പോകരുത് എന്നോ, കണ്ണഞ്ചിപ്പിക്കുന്നതിൽ എല്ലാത്തിലും നിങ്ങൾ വീണു പോകരുത് എന്ന വസ്തുത എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്തെ സ്റ്റാറുമാരായിട്ട് വിലസുന്ന വലിയ വലിയ നടീനടന്മാരുണ്ടല്ലോ, അവരെയൊക്കെ മോഡലാക്കിക്കൊണ്ടോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ നടത്തത്തിലോ നമ്മുടെ ഹെയർ സ്റ്റൈലിലോ നമ്മുടെ വസ്ത്രം ധരിക്കുന്നിടത്തോ അങ്ങനെ ജീവിതത്തിൽ മുഴുവനും സിനിമാ നടന്മാരെയും നടികളെയും ഒക്കെ മാതൃകയാക്കുന്നവർക്കോ വലിയ പാഠം നൽകുന്ന ചില പരാമർശങ്ങൾ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിപ്രകാരമാണ് മിന്നിത്തിളങ്ങുന്ന താരകങ്ങളും അതിമനോഹരമായ ചന്ദ്രനുമുള്ള ആകാശം പക്ഷേ വളരെ നിഗൂഢമാണ്. മിന്നിത്തിളങ്ങുന്നതെന്ന് നമ്മൾ കരുതിയ താരകങ്ങളൊന്നും യഥാർത്ഥത്തിൽ മിന്നിത്തിളങ്ങുന്നില്ല എന്നും അതിമനോഹരമെന്ന് നമ്മൾ കരുതിയ ചന്ദ്രൻ ഒട്ടുമേ മനോഹരമല്ല എന്നുമാണ് ശാസ്ത്രീയമായ പഠനങ്ങളോ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതൊക്കെയും വിശ്വസിക്കരുത്. ഉപ്പ് പോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം. വളരെ കൃത്യമാണ് പറഞ്ഞത്. ഉപ്പ് പോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം. വളരെ മധുരതരമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവുമുള്ള ലോകമെന്ന് തെറ്റിദ്ധരിച്ച് ചെറുപ്പക്കാർ പലപ്പോഴും മാതൃകയാക്കാറുള്ള സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ജീവിതം യഥാർത്ഥത്തിൽ ഉപ്പിന് സമാനമാണോ, ഒട്ടും മധുരമില്ലാത്തതാണോ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ടോ. അങ്ങനെ തിരശ്ശീലയ്ക്ക് പിന്നിൽ വേശ്യാപണിയെടുക്കുന്ന നടന്മാരും നടിമാരും മോഡലുകളുമല്ല നമ്മുടെ റോൾ മോഡൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ നമ്മുടെ റോൾ മോഡലായിട്ട് ലൈംഗിക സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും വിഷയത്തിലോ ഏറ്റവും ഉന്നതമായ വിധാനത്തിൽ നിലകൊണ്ട ചില വ്യക്തികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിലൂടെ അല്ലെങ്കിൽ സൂറത്തുൽ അഹ്സാബിലൂടെ സൂറത്ത് യൂസുഫിലൂടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള വ്യക്തികളെ അങ്ങനെയുള്ള നിയമങ്ങളെ പാലിച്ചുകൊണ്ടോ ആ വ്യക്തികളെ മാതൃകയാക്കിക്കൊണ്ടോ അവരെ റോൾ മോഡലാക്കിക്കൊണ്ടോ ജീവിക്കുവാനുള്ള ശ്രമം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശദമായി പറയേണ്ടതാണ്. തെറ്റ് ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോഴും അള്ളാഹുവിന്റെ ശരണമെന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് അകന്നുന്ന മഹാനായ ആ പ്രവാചകന്റെ ആ മഹിതമായ ചരിത്രം വിശദീകരിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ ഒരു സൂറത്തൊന്നടങ്കം മാറ്റിവെച്ചുവെങ്കിൽ അഹ്സനൽ ഖസസ് ഏറ്റവും നല്ല കഥാവിവരണം എന്ന് അതിനെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടെങ്കിലോ അത്തരം കഥകളെ നമ്മൾ പുനർവായിക്കുവാൻ അതിനെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ടോ. അതിനുള്ള അസുലഭമായ ഒരു അവസരം കൂടിയാണോ ഹേമ കമ്മിറ്റി നമ്മുടെ മുമ്പിൽ പുറത്തുവിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക. പഴഞ്ചനെന്ന് പലരും മുദ്രയടിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ സദാചാര നിയമങ്ങളോ ധാർമ്മിക നിയമങ്ങളോ 21ാം നൂറ്റാണ്ടിന് മാത്രമല്ല ഇനി എത്ര നൂറ്റാണ്ടുകൾ വരാനുണ്ടോ അവിടേക്കൊക്കെയും ഏറ്റവും അനുയോജ്യമായ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനോ അനിവാര്യമായ ദൈവികമായ നിയമങ്ങളാണോ എന്ന് മനസ്സിലാക്കി അതിൽ തൃപ്തിപ്പെടുവാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ അങ്ങനെ ഈമാൻ കരുത്താർജിപ്പിച്ചുകൊണ്ടോ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് നിലകൊള്ളുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തെറ്റുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലൈംഗിക വിശുദ്ധി നിലനിർത്തുന്ന സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.